ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. വചനത്താൽ തുറക്കപ്പെട്ട് തിരിയാം ദൈവത്തിലേക്കും സഹോദരനിലേക്കും. നോമ്പുകാലം 5-ാം ഞായറാഴ്ച 3 വായനകളാണ് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് തരിക. 1-ാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അധ്യായം 16 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ രസകരമായ ഒരു സംഭവകഥയാണ് ഇന്നത്തെ വായനയിലൂടെ നാം കേൾക്കുന്നത്. അബ്രാഹത്തിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രാഹത്തിനോടൊരു വാഗ്ദാനം ചെയ്യുന്നു, നിന്നെ ഞാനൊരു ജനതയാക്കും. 10 കൊല്ലം അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറയും കാത്തിരുന്നു ദൈവത്തിൻ്റെ ഈ വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടി. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷവും അബ്രാഹത്തോട് ദൈവം ചെയ്ത ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരടയാളം പോലും കാണാതായപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് ഭാര്യയെ നൽകി. അങ്ങനെ ഹാഗാർ ഗർഭിണിയായ ഹാഗാർ തൻ്റെ യജമാനത്തിയായ സാറയ്ക്കെതിരെ തിരിഞ്ഞു. സാറയുമായി സ്ഥിരം കലഹിച്ചു. ഹാഗാറിൻ്റെ ഈ സ്വഭാവം ഒട്ടും സഹിക്കാൻ കഴിയാതിരുന്ന സാറ ഹാഗാറിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ ഗർഭിണിയായ ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ദൈവത്തെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു, എൽറോയ്, എന്നെ കാണുന്ന ദൈവം. അഹങ്കാരി ആയിരുന്നെങ്കിലും കരഞ്ഞപേക്ഷിച്ച് ദൈവത്തെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ച ഹാഗാറിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. 2-ാം വായന പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ബലിജീവിതം നയിക്കാനാണ്. നമ്മളുടെ ശരീരം വിശുദ്ധവും പരിപാവനവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കണം. ആ സമർപ്പണമാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. നാം എല്ലാവരും ഏകദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എപ്രകാരം ഏകദൈവത്തെ കാര്യക്ഷമമായി ആരാധിക്കാം എന്ന് പൗലോസ്ലീഹ കാണിച്ചു തരുന്നു. നമ്മളെ മൊത്തമായി ദൈവത്തിന് സ്വീകാര്യമായ വിധം സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമായ 7-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും 2 വ്യത്യസ്തമായ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ദേവാലയത്തിൽ വെച്ച് യേശു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് വന്ന് കുടിക്കട്ടെ. 2-ാമത്തെ ഭാഗത്തിൽ നാം കാണുന്നു, യേശു തന്നെ വെളിപ്പെടുത്തുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ് എന്നതുപോലെ ആത്മീയ ജീവൻ്റെ നിലനിൽപ്പിന് ആത്മീയ ജലം അത്യാവശ്യമാണ്. യേശുവിൽ നിന്ന് ആത്മീയ ജലം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൽ ജീവിക്കുവാൻ യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് യേശു എന്നിൽ നിന്ന് വന്ന് കുടിക്കുവിൻ എന്ന് നമ്മളോട് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ ചരിക്കുന്നവൻ അന്ധകാരത്തിൽ ചരിക്കുകയില്ല. യേശുവാകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. പലപ്പോഴും പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് നാം പാപത്തിൽ ചരിക്കുമ്പോഴെല്ലാം ഈ പ്രകാശത്തിൽ നിന്നകന്ന് അന്ധകാരത്തിൻ്റെ പുത്രന്മാരായി ജീവിക്കുന്ന അവസരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവസരങ്ങളൊക്കെ മാറ്റി ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രകാശമായി തീരാനുള്ള വിളിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് തരിക. ഒരുകാലം 5-ാം ഞായറാഴ്ച യേശു നമ്മളോട് പറയുന്നത് പ്രകാശത്തിൽ ചരിക്കാനാണ്. 1-ാം വായനയിൽ നാം വായിച്ചു കേട്ടത് പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിന് ദൈവത്തിൻ്റേതായ സമയമെടുക്കും. പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾ വെച്ച് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നമുക്ക് തോന്നും. ഓർക്കണം, അപ്പോൾ നാം
ഉൽപ്പത്തിയുടെ പുസ്തകം അബ്രാഹത്തിന് ദൈവപ്രകാരം തുണയും താങ്ങുമായി എന്ന ദൈവത്തിൻ്റെ സമയപൂർത്തീകരണത്തിന് മനുഷ്യൻ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റും. രണ്ടാമത്, നാം ഒരിക്കലും കടന്നു പോകുന്ന വഴി മറക്കരുത്. ഹഗാറിന് സംഭവിച്ചതാണ്. ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത അനുഗ്രഹം ദൈവം കനിഞ്ഞു നൽകിയപ്പോൾ കടന്നുപോയ വഴി മറന്നുപോകുന്ന ഹാഗാർ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകുന്ന വഴി മറന്നു പോകുന്നവരാകരുത് നാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നാം മറക്കരുത്. പിന്നെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. ദൈവത്തെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ച ഹാഗാറിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇപ്രകാരം തന്നെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മുടെ പ്രാർത്ഥനയും സർവേശ്വരൻ കേൾക്കും. നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന അന്ധകാരത്തിൽ നാം ചരിക്കുമ്പോഴും ദൈവം നമ്മെ കാണുന്നു. നമ്മെ കാണുന്ന ദൈവത്തിന് വിശ്വാസത്തോടെ കരഞ്ഞു വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് നമുക്ക് ആത്മീയ ജീവൻ്റെ ജലം കുടിക്കാം. യേശുവിൽ നിന്ന്, പ്രകാശമാകുന്ന യേശുവിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും മറ്റൊരു പ്രകാശദീപമായി നമുക്ക് മാറാം. വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. വചനത്താൽ തുറക്കപ്പെട്ട് പ്രകാശപൂരിതരായി തിരിയാം ദൈവത്തിലേക്കും ദൈവജനത്തിലേക്കും.